വാളകം പഞ്ചായത്തിൽ ചുമതല ഏറ്റെടുക്കുവാനെത്തിയ പുതിയ സെക്രട്ടറിയെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ തടഞ്ഞു. വാളകം പഞ്ചായത്തിൽ സെക്രട്ടറിയായി സ്ഥലം മാറിയെത്തിയ ഹസീന P. മൈദീനെയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ തടഞ്ഞത്. വാളകം പഞ്ചായത്തിൽ ചുമതല ഏറ്റെടുക്കാനെത്തിയ പുതിയ സെക്രട്ടറിയെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ തടഞ്ഞു. വാളകം പഞ്ചായത്തിൽ സെക്രട്ടറിയായി സ്ഥലം മാറിയെത്തിയ ഹസീന P. മൈദീനെയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ തടഞ്ഞത്. ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹസീന ഏറെ നേരം ഓഫീസിലിരുന്നെങ്കിലും ജനപ്രതിനിധികൾ അനുവദിച്ചില്ല. തുടർന്ന് ഇവർ തിരികെ പോയി. 3 ആഴ്ചയായി വാളകം പഞ്ചായത്തിൽ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. ഇത് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനിടെയാണ് പുതിയതായി എത്തിയ സെക്രട്ടറിയെ തടഞ്ഞത്. ഇതിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പായിപ്ര പഞ്ചായത്തിൽ നിന്ന് ആവോലി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിയ ഹസീന P. മൈദീനെ പിന്നീട് എടക്കാട്ടുവയലിൽ പഞ്ചായത്തിലേക്ക് മാറ്റിയിരുന്നു. പായിപ്ര പഞ്ചായത്തിൽ നിന്ന് ആവോലി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിയ ഹസീന P. മൈദീനെ പിന്നീട് എടക്കാട്ടുവയൽ പഞ്ചായത്തിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് വാളകത്തേക്ക് മാറ്റം കിട്ടിയത്. ഹസീനയെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് വാളകം പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തടഞ്ഞതെന്നാണ് ആക്ഷേപം. എന്നാൽ ഇന്ന് ചുമതല ഏറ്റെടുക്കേണ്ട എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്ന് UDF ജനപ്രതിനിധികൾ പറയുന്നു. ഇതിന്റെ കാരണം പക്ഷേ വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.